വിടവിതടേ സ്പാലികേ മണ്ഡലേ രന്മാലങ്കാരാണി പീഠോ വിരിവരിരചിതം ദിവ്യമാനമൂലൈവം കരസ്ഥം വാമഭാഗം മൃഗമഭിവരശം ജ്ഞാനവിദ്യാമഹം നന്മാഗോദ്യോഗവേഷ്ടം ഋഷിഗണീ ജ്ഞാനമീശാനമീ. ഇന്ന് നമ്മൾ ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് കുജദോഷത്തിനെ പറ്റി, ചൊവ്വാദോഷം. വിവാഹ വിഷയത്തിൽ പാപസാമ്യ ചിന്തയെ കുറിച്ച് പറയുമ്പോൾ നമ്മളിതിനെ വിശദമായിട്ട് പറയാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ ചാനലിൻ്റെ ചില പ്രേക്ഷകർ നമുക്ക് ഫോണിലൂടെ ബന്ധപ്പെട്ട് ചൊവ്വാദോഷത്തിനെ കുറിച്ച് ഒരു എപ്പിസോഡിൽ പറയണം എന്ന് പറഞ്ഞത് കാരണമാണ് ഇവിടെ ഈ ചൊവ്വാദോഷം പ്രത്യേകമായിട്ട് നമ്മൾ എടുത്ത് പറയുന്നത്. ഇന്ന് വിവാഹ വിഷയത്തിൽ മാതാപിതാക്കളെ വളരെ അലട്ടുന്ന ഒരു വിഷയമാണ് ചൊവ്വാദോഷം. ജാതകത്തിൽ ചൊവ്വാദോഷമുണ്ട് എന്ന് പറഞ്ഞ് ചൊവ്വാദോഷമുള്ള പുരുഷൻ തന്നെ വേണം, അല്ലെങ്കിൽ അവർ വിവാഹമില്ല എന്നൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ചൊവ്വാദോഷം. ഈ ചൊവ്വ എങ്ങനെയാണ് ചൊവ്വാദോഷം? ധനേ വേജ പാതാളെ ജാമിത്രേ ചാഷ്ടമേ കുജ സ്ത്രീണാം ഭർത്തൃ വിനാശായ പുംസാം ഭാര്യ വിനശ്യതി. അതായത് ഒരു ജാതകത്തില് ധനേ എന്ന് വെച്ചാൽ 2ാം ഭാവം, വ്യയേ 12ാം ഭാവം, പാതാളെ 4ാം ഭാവം, ജാമിത്ര 7ാം ഭാവം, അഷ്ടമേ 8ാം ഭാവം. ഈ ഭാവങ്ങളിൽ ചൊവ്വ നിന്നാൽ സ്ത്രീക്കാണെങ്കിൽ പുരുഷൻ നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ പുരുഷൻ മരിക്കുകയും, പുരുഷാലത്തിലാണ് ഇങ്ങനെ വന്നേക്കണെങ്കിൽ സ്ത്രീക്ക് നാശവുമാണ്, വധുവിന് നാശവുമാണ് ഫലം എന്നാണ് പറയുന്നത്. പക്ഷെ ഇതിനാണ് ഈ ചൊവ്വാദോഷം. ഇങ്ങനെ 2, 12, 4, 7, 8 ചൊവ്വ നിൽക്കുമ്പോൾ ഉള്ളതാണ് ചൊവ്വാദോഷം എന്ന് പറയുന്നത്. അപ്പൊ ഈ ചൊവ്വ എന്ന് പറഞ്ഞാൽ ഈ ചൊവ്വാദോഷം കണക്കാക്കാൻ, പാപസാമ്യം ഇതിനകത്ത് കണക്കാക്കാനുള്ള നിങ്ങളുടെ വധുവിൻ്റെ വരൻ്റെ രക്തങ്ങൾ തമ്മിൽ എങ്ങനെയാണെന്ന് അറിയണ ഒരു ശാസ്ത്രീയമായ ഒരു വശമാണ് പാപസാമ്യ ചിന്ത എന്നുള്ളത്. ഇവിടെ ഇനി ദോഷം എവിടെയൊക്കെ ഇല്ല, ഈ ചൊവ്വാദോഷം എന്ന് പറഞ്ഞാൽ ഇപ്പം പറഞ്ഞു നമ്മൾ 2, 12, 4, 7, 8 അതതിൻ്റെ കാഠിന്യം അനുസരിച്ചാണ്. ഏറ്റവും കുറവ് 2, പിന്നെ 12, പിന്നെ അതിൽ കൂടുതൽ 12, പിന്നെ 4, പിന്നെ 7, 8ലാണ് ഏറ്റവും കൂടുതൽ ചൊവ്വ നിന്നാൽ, ഇതിൽ പാപഗ്രഹങ്ങൾ നിന്നാൽ ഉള്ള ദുരിതം. അപ്പൊ എവിടെയൊക്കെ ഇല്ല. രവീന്ദ്ര ക്ഷേത്ര ജാതാനാം കുജദോഷോന വിദ്യതേ. രവീന്ദ്ര ക്ഷേത്ര ജാതാനാം കുജ ദോഷോന വിദ്യേ. സോ ഉച്ച മിത്രഭജാതാനാം തദ്ദോഷം ന ഭവേൽക്കില എന്ന് പറഞ്ഞാല് രവീന്ദ്ര ക്ഷേത്ര ജാത, രവിയുടെ ക്ഷേത്രം, അതായത് ചിങ്ങൻ രാശി, ഹിന്ദു ചന്ദ്രന്റെ ക്ഷേത്രം കർക്കിടകം, പിന്നെ ഉച്ചക്ഷേത്രം മകരം, പിന്നെ ബന്ധുക്ഷേത്രം ധനു മീനം, ഇത്രയും രാശികളിൽ ലഗ്നമായിട്ടായ അവർക്ക് ചൊവ്വാദോഷമില്ല. അപ്പോൾ മേടം, വൃശ്ചികം, മകരം, ധനു, മീനം ഈ ലഗ്നക്കാർക്ക് ചൊവ്വാദോഷമില്ല. പിന്നെ ഇനി ചൊവ്വ എവിടെയൊക്കെ നിന്നാൽ, മകരത്തിൽ ചൊവ്വ നിന്നാൽ കുഴപ്പമില്ല. ഏത് ഭാവമായിട്ടും മകരത്തിൽ ഉച്ചക്ഷേത്രം, പാപൻ ഉച്ചത്തിൽ നിന്നാൽ കുഴപ്പമില്ല. കർക്കിടകത്തിൽ നിന്നാൽ നീചക്ഷേത്രമാണ്, അവിടെ ചൊവ്വ എന്നാൽ കുഴപ്പമില്ല. ഇനി സ്വക്ഷേത്രമായ മേടത്തില് വൃശ്ചികത്തിൽ നിന്നാൽ കുഴപ്പമില്ല. അപ്പോൾ ഈ നേരത്തെ ഈ ലഗ്നക്കാർക്കായിരുന്നു, ഇപ്പൊ ഇവിടെയൊക്കെ ചൊവ്വ നിന്നാലും ചൊവ്വ ദോഷമില്ല. പിന്നെ വേറെയുണ്ട് ഗുരുമംഗല സംയോഗേ ഭൗമ ദോഷോന വിദ്യതേ. ചൊവ്വയുടെ കൂടെ വ്യാഴം നിന്നാൽ, ഈ വ്യാഴത്തിന്റെ ദൃഷ്ടി ഉണ്ടായാൽ ചൊവ്വാദോഷമില്ല. അതുപോലെ ശശിമംഗല സംയോഗേ ഭൗമദോഷോന വിദ്യതേ. ശശി ചന്ദ്രൻ ചൊവ്വയുടെ കൂടെ നിന്നാൽ അവിടെ ചൊവ്വാദോഷമില്ല. അപ്പൊ പിന്നെ എവിടെയാ ചൊവ്വാദോഷമുള്ള? ഈ ആൾക്കാരെ പറഞ്ഞ് പറ്റിക്കലും അതുകൊണ്ട്. അപ്പൊ അത് വിശദമായിട്ട് പിന്നെ 4 ചൊവ്വ തുലാത്തിൽ നിൽക്കണമെങ്കിൽ ദോഷമില്ല. 4 ചൊവ്വ ഒരു ജാതകത്തിൽ 4 ചൊവ്വ നേരത്തെ പറഞ്ഞ ദൂഷ്യം, അത് തുലാത്തിലാണെങ്കിൽ ദൂഷ്യമില്ല. 8 കന്നീനാണെങ്കിൽ ദോഷമില്ല. പിന്നെ 12 കന്നീനും മിഥുനത്തിലാണെങ്കിൽ ദോഷമില്ല. പിന്നെ എവിടെയാ ചൊവ്വാദോഷമില്ലേ? അപ്പോൾ നമ്മൾ ഒരു പരിചയസമ്പന്നനായ ഒരു ജ്യോത്സ്യനെ കണ്ട് ജാതകം കൊടുത്ത് വിവാഹത്തിന് മുമ്പ് ഇതിന് ദോഷമുണ്ടോ, ചൊവ്വാദോഷം പ്രത്യേകിച്ച്
മാത്രമല്ല ദോഷമില്ലാത്ത ജാതകം ഉണ്ടാവല്ലോ, ചൊവ്വയാണ് ഏറ്റവും പ്രധാനം. ചൊവ്വ ദോഷം ഉണ്ടോ എന്ന് വിദഗ്ധമായ രീതിയിൽ കണ്ടുപിടിച്ചതിന് ശേഷം വേണം അഡ്വർട്ടൈസ് ചെയ്യാൻ. മറ്റേ 7 ചൊവ്വ, സ്ത്രീയുടെ 7 ചൊവ്വ നോക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അത് വിദഗ്ധമായ ഒരു ജ്യോത്സ്യനെ കണ്ട് അത് കൺഫേം ചെയ്തതിന് ശേഷം വേണം നമ്മൾ ചൊവ്വാദോഷം ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ. ഇത് ആൾക്കാർ പറയും 1.5 പാവം 2 പാവം, അങ്ങനെയൊന്നും പാവമില്ല. 1.5 പാവം എന്താ പരീക്ഷയ്ക്ക് മാർക്കില്ല, 10 മാർക്ക് മാറുന്നു, അങ്ങനെയൊന്നുമില്ല. അത് വിദഗ്ധമായ രീതിയിൽ മാറ്റി ചൊവ്വാദോഷം മാറുമോ? പാവസാമ്യം തന്നെ പാവങ്ങൾ മാറും. വ്യാഴത്തിന്റെ ദൃഷ്ടിയോഗം കൊണ്ട് എല്ലാ പാവവും മാറും. അപ്പൊ അതുപോലെ രത്നാധിപന്റെ യോഗ ദൃഷ്ടികളുടെ മാറും. ഇതൊക്കെ വിദഗ്ധമായി പരിശോധിച്ചതിന് വേഷം ചൊവ്വാദോഷം ഉണ്ടോ ഇല്ലയോ എന്ന് വിചാരിക്കുക. ഇല്ലെങ്കിൽ വെറുതെ സ്ത്രീ ശാപം മേടിക്കാൻ തല്ലാണ്ട് വീട്ടുകാരും പറയും ചൊവ്വാദോഷമാണ്, 28 വയസ്സ് 29 വയസ്സായി, ഇനിയിപ്പോൾ ചൊവ്വാദോഷമാണ്, കല്യാണമില്ല, അതിന്റെ ശാപം വെറുതെ ഏക്കാന്നല്ലാണ്ട് വേറെ ഒരു കാര്യമില്ല. ചൊവ്വാദോഷം പേടിക്കേണ്ട സാധനമല്ല. ചൊവ്വ ചിലപ്പോൾ യോഗകാരകനാവും. അപ്പൊ നമുക്ക് നല്ലതാ എവിടെ നിന്നാലും ഇതൊക്കെ നല്ല രീതിയിൽ പരിശോധിച്ചു വേണം അത് ചെയ്യാൻ. എല്ലാവർക്കും നമസ്കാരം. അടുത്ത ഭാഗത്തിലെ രഞ്ജു ദോഷത്തിനെ കുറിച്ചാണ് നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ കാണാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് അത് മറ്റുള്ള ഫ്രണ്ട്സിനോ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യാനും ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.